ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തുന്ന ആചാരനിബിഡമായ ചടങ്ങാണ് വള്ളസദ്യ. ഇഷ്ടകാര്യ സാധ്യത്തിനായാണ് ഈ വഴിപാട് പ്രധാനമായും നടത്തിവരുന്നത്. പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ ഭഗവാൻ കൃഷ്ണനു സമർപ്പിച്ചതായി വിശ്വസിക്കുന്ന ഈ ക്ഷേത്രം ഏറ്റവും പുരാതനവും പ്രസിദ്ധവുമാണ്. അന്നദാനപ്രഭുവായ ആറന്മുളേശന്റെ മുമ്പിൽ ഭക്തൻ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാട് കൂടിയാണിത്. വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി കൊടിമരച്ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. 2 പറകളാണ് നിറയ്ക്കുന്നത്. ഒരു പറ ഭഗവാനും മറ്റൊന്ന് പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം. ആറന്മുളയുടെ തനിമയിലും താളത്തിലുമുള്ള വഞ്ചിപ്പാട്ടുകൾ പാടിയാണ് പള്ളിയോടങ്ങൾ പമ്പാനദിയിലൂടെ തുഴഞ്ഞ് ആറന്മുള ക്ഷേത്രത്തിലെ വടക്കേ ഗോപുരനടയിൽ എത്തുന്നത്. കടവിലടുക്കുന്ന വള്ളത്തിനെ അഷ്ടമംഗല്യം, വിളക്ക്, താലപ്പൊലി, മുത്തുക്കുട, നാദസ്വര മേളത്തോടുകൂടി സ്വീകരിക്കുന്നു. ഇങ്ങനെ സ്വീകരിച്ച് വള്ളത്തിൽ വന്നവരെ ക്ഷേത്രത്തിനു പ്രദക്ഷിണം വെച്ച് കൊടിമരച്ചുവട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നു. അപ്പോഴേക്കും പാട്ടുകാർ വള്ളപ്പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. ശേഷം മുത്തുക്കുട മടക്കി കൊടിമരച്ചുവട്ടിൽ നിറപറയുടെ അടുത്ത് വയ്ക്കുന്നു. കൂടെ വള്ളം തുഴയുന്ന ഒരു നയമ്പും ആറന്മുള തേവർക്ക് നടക്കൽ വയ്ക്കുന്നു. പിന്നീട് വള്ളപ്പാട്ടും പാടിക്കൊണ്ട് വള്ളസദ്യ ഉണ്ണാൻ ഊട്ടുപുരയിലേക്ക് പോകുന്നു. വഴിപാടുകാരൻ്റെ കുടുംബക്കാരൊഴികെ എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ണാനിരിക്കുന്നത്. അതിനുശേഷമേ വീട്ടുകാർ ഊണ് കഴിക്കാറുള്ളൂ. വള്ളപ്പാട്ടിൽ കൂടി ചോദിക്കുന്ന വിഭവങ്ങൾ ഉടനടി സദ്യയിൽ വിളമ്പും. ഇങ്ങനെ ഉണ്ടു കഴിയുന്നതുവരെ വളരെ ശ്രദ്ധയോടുകൂടി വിളമ്പിക്കൊണ്ടേയിരിക്കണം. അതാണ് വള്ളസദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ആകർഷണവും. ചോദിക്കുന്നതൊന്നും ഇല്ലെന്ന് പറയാൻ പാടില്ല. സദ്യ കഴിഞ്ഞ് വീണ്ടും കൊടിമരച്ചുവട്ടിൽ വന്ന് ഭഗവാനെ നമസ്കരിച്ച് അവിടെ നിറച്ചു വച്ചിരിക്കുന്ന പറ മറിക്കും. ഇതിനെ പറ തളിക്കുക എന്നാണ് പറയുന്നത്. പള്ളിയോടക്കരക്കാർ ദക്ഷിണ വാങ്ങി വഴിപാടുകാരെ അനുഗ്രഹിക്കും. നാളിൽ നാളിൽ സുഖിച്ചതി മോദത്തോടെ വസിച്ചാലും നാളികലോചനൻ തൻ്റെ നാമമാഹാത്മ്യത്താൽ